ഡയാന മറിയം കുര്യൻ എന്ന നാടൻ പെൺകുട്ടിയിൽ നിന്നും നയൻതാരയിലേക്കുള്ള വളർച്ച അത്ര ഈസി ഗോയിങ് ആയിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു ആ യാത്ര. സിനിമ എന്ന മായിക പ്രപഞ്ചം ഇന്ന് ആ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടുകളിലും നിലപാടുകളിലും ഒരുപാട് മാറ്റം വരുത്തിയിരിക്കുന്നു. നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയിൽ നിന്നു മാത്രം ചിന്തിക്കാതെ ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായും സ്പഷ്ടമായും എവിടെയും ബോൾഡായി പ്രതികരിക്കാൻ ആ പെൺകുട്ടിക്ക് ഒരിക്കൽ പോലും ലെവലേശം ഭയമുണ്ടായിരുന്നില്ല. അനുഭവങ്ങളാണ് ഓരോ വ്യക്തിയെയും കരുത്തുറ്റവരാക്കുന്നത്. ഡയാന മറിയം കുര്യൻ എന്ന പെൺകുട്ടിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. 1984 നവംബർ 18 തിരുവല്ലയിലെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ കുര്യൻ കൂടിയാട്ടിൻ്റെയും ഓമന കുര്യൻ്റെയും മകളായി ജനനം. തിരുവല്ല ബാലികാമഠം ഹൈസ്കൂളിലും മാർത്തോമ കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കൈരളി TV-യിലെ ഫോൺ-ഇൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടന്നു വന്നത്. മനസ്സിനക്കരെ എന്ന സത്യൻ അന്തിക്കാട് ജയറാം ചിത്രമായിരുന്നു ആദ്യ സിനിമ. ആ ചിത്രം വൻ ഹിറ്റായി. അതിനുശേഷം മോഹൻലാലിനോടൊപ്പം വിസ്മയത്തുമ്പത്ത്, നാട്ടുരാജാവ് തുടങ്ങിയ ചിത്രങ്ങളും മമ്മൂട്ടിയോടൊപ്പം താസ്കരവീരൻ, രാപ്പകൽ തുടങ്ങിയ സിനിമകളിലും നയൻതാര അഭിനയിക്കുകയുണ്ടായി. നാട്ടുരാജാവിൽ നായികാവേഷമായിരുന്നില്ല നയൻതാരയ്ക്ക്. അതൊന്നും ആ പെൺകുട്ടിക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. തനിക്കു കിട്ടിയ വേഷം ഭംഗിയായി അവതരിപ്പിക്കുകയാണ് അവൾ ചെയ്തത്. ഇതിനോടകം തമിഴ് സിനിമയിലും അവർ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞിരുന്നു. രജനീകാന്തിൻ്റെ നായികയായി ചന്ദ്രമുഖി, ശരത് കുമാറിൻ്റെ നായികയായി അയ്യ, അജിത്തിൻ്റെ നായികയായി ബില്ല, സൂര്യയോടൊപ്പം ഗജിനി, വിജയോടൊപ്പം ശിവകാശി എന്നീ പടങ്ങളിലും അവർ അഭിനയിച്ചു. അപ്പോഴേക്കും അവർ അറിയപ്പെടുന്നൊരു താരമായി വളർന്നു കഴിഞ്ഞിരുന്നു. നയൻതാരയുടെ കരിയറിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ വിവാദങ്ങളുടെയും കുത്തൊഴുക്കായിരുന്നു. തുടക്കകാലത്ത് നയൻതാര കൂടുതലായും ചെയ്തിരുന്നത് ഗ്ലാമർ വേഷങ്ങളായിരുന്നു എന്നായിരുന്നു ആദ്യത്തെ വിവാദം. മലയാളത്തിൽ നാടൻ പെൺകുട്ടിയായി അഭിനയിക്കുന്ന നയൻസ് തമിഴിലെത്തുമ്പോൾ ഗ്ലാമറസായി അഭിനയിക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല എന്ന് വൻ പ്രചാരണം പരക്കെ വന്നപ്പോൾ അതേക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ നയൻസ് തന്നെ പറയുകയുണ്ടായി. ഗ്ലാമറാണ് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് പടം കാണാൻ പോകുന്നത്? താല്പര്യമില്ലെങ്കിൽ അത് കാണാതിരുന്നുകൂടെ? നിങ്ങൾക്ക് പടം കാണുകയും വേണം, അതേക്കുറിച്ച് വിമർശിക്കുകയും വേണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറ്റില്ല എന്നായിരുന്നു അതേക്കുറിച്ച് നയൻസിൻ്റെ പ്രതികരണം. ഈ കാലത്തു തന്നെ തമിഴ് നടൻ ചിമ്പുവുമായുള്ള പ്രണയവും പ്രണയ തകർച്ചയും പ്രഭുദേവയുമായുള്ള വിവാഹം വരെ എത്തി നിന്ന പ്രണയവും അതിനെ തുടർന്നുണ്ടായ മതം മാറ്റവുമെല്ലാം സിനിമാ ലോകത്ത് വൻ ചർച്ചാ വിഷയമായിരുന്നു. വല്ലവൻ എന്ന തമിഴ് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് നടൻ ചിമ്പുവുമായി നയൻതാര പരിചയപ്പെടുന്നതും അടുക്കുന്നതും. വെറും മാസങ്ങൾ മാത്രമായിരുന്നു ഈ ബന്ധത്തിന് ആയുസ്സുണ്ടായിരുന്നത്. ചിമ്പുവുമായുള്ള നയൻസിൻ്റെ സ്വകാര്യ ചിത്രങ്ങൾ ചോർന്നതും അതേ തുടർന്ന് താനിനി ചിമ്പുവിനോടൊപ്പം അഭിനയിക്കില്ല എന്ന് നയൻസ് ഉറക്കെ പ്രഖ്യാപിച്ചതും വൻ വാർത്തയായിരുന്നു. പിന്നീട് പ്രഭുദേവയുമായുള്ള പ്രണയം അവരെ മതപരിവർത്തനം വരെ കൊണ്ടെത്തിച്ചു. 2010 പ്രഭുദേവയുടെ പേര് നയൻസ് തൻ്റെ ശരീരത്തിൽ പച്ച കുത്തുക കൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ദൃഢമായി. പ്രഭുദേവയെ വിവാഹം കഴിക്കാനായി നയൻസ് സിനിമയിൽ നിന്ന് വരെ വിട്ടുനിന്നു. ഇതിനിടെ പ്രഭുദേവയുടെ ഭാര്യയും നർത്തകിയുമായ റംലത്ത് തൻ്റെ ഭർത്താവിനെ നയൻസ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് കോടതിയെ സമീപിക്കുക കൂടി ചെയ്തു. ഇത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി. പക്ഷേ 2010 പ്രഭുദേവയും റംലത്തും തമ്മിൽ വിവാഹമോചിതരായി. തുടർന്ന് നയൻസും പ്രഭുദേവയും തമ്മിൽ വിവാഹിതരാകുമെന്ന് പരക്കെ ഊഹാപോഹങ്ങളുണ്ടായെങ്കിലും അങ്ങനെയൊരു വിവാഹം നടന്നില്ല. എന്തുകൊണ്ടോ ആ ബന്ധവും തകർന്നു. നയൻതാരയുടെ സിനിമാ അഭിനയത്തെ വിലയിരുത്തുന്നതിനേക്കാൾ കൂടുതൽ പേഴ്സണൽ ലൈഫ് അനലൈസ് ചെയ്യാനായിരുന്നു ഒരു കൂട്ടം ആളുകൾക്ക് താല്പര്യം.
വ്യക്തി ജീവിതത്തിലെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൊണ്ട് കുറച്ചു വർഷങ്ങൾ ആ പെൺകുട്ടി തൻ്റെ കരിയറിൽ നിന്ന് വിട്ടുനിന്നു. എല്ലാ തിരക്കുകളിൽ നിന്നും സിനിമയിലെ വെള്ളി വെളിച്ചത്തിൽ നിന്നും മാറി നിന്നെങ്കിലും അങ്ങനെ പൂർണ്ണമായും സിനിമയെ ഉപേക്ഷിച്ചു പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം 2013 രാജാ റാണി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ തൻ്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി നയൻസ്. ആര്യ, ജയ്, നസ്രിയ, നയൻസ് ടീമിൻ്റെ മിന്നുന്ന പ്രകടനമായിരുന്നു ആ ചിത്രത്തിലുടനീളം. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു ആ സിനിമ. തുടർന്നങ്ങോട്ട് ആരാധകരുടെ നയൻസിൻ്റെ കാലമായിരുന്നു. തുടരെ വിജയ ചിത്രങ്ങൾ. തെന്നിന്ത്യയിലെ താരറാണിയിൽ നിന്നും ലേഡി സൂപ്പർ സ്റ്റാറിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ്. നായകന്മാർ അടക്കി വാഴുന്ന സിനിമാ ലോകത്ത് തൻ്റേതായൊരിടം പിടിച്ച ബോൾഡായ പെൺകുട്ടി. അത് വെറുമൊരിടമല്ല, ഒരു രാജസിംഹാസനം തന്നെയാണ്. ഇന്ന് ഒറ്റയ്ക്കൊരു സിനിമ വിജയിപ്പിക്കാൻ കേൾപ്പുള്ള കരുത്തുള്ള പെൺകുട്ടിയായി അവൾ വളർന്നു. 2013 സൂപ്പർ ഹിറ്റായ രാജാ റാണിയെ കൂടാതെ 2015 ജയം രവിയോടൊപ്പമുള്ള തനിയൊരുവൻ, 2016 മമ്മൂട്ടിയോടൊപ്പമുള്ള പുതിയ നിയമം, 2017 നയൻതാര മുഖ്യവേഷത്തിലെത്തിയ അറം, 2019 വിജയോടൊപ്പമുള്ള ബിഗിൽ, 2019 വിശ്വാസം, 2019 തന്നെ ചിരഞ്ജീവിയോടൊപ്പമുള്ള സൈറ നരസിംഹ റെഡ്ഡി എന്ന ചിത്രം, 2021 പുറത്തിറങ്ങിയ നാട്രികൻ, 2023 ഷാരൂഖ് ഖാനോടൊപ്പമുള്ള ജവാൻ തുടങ്ങിയവയെല്ലാം തന്നെ നയൻതാരയുടെ കരിയറിലെ ഹിറ്റ് ചിത്രങ്ങളാണ്. 2015 പുറത്തിറങ്ങിയ ഞാനും റൗഡി താൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംവിധായകൻ വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിൽ പരിചയത്തിലാകുന്നതും ആ പരിചയം പിന്നീട് പ്രണയത്തിലാകുന്നതും ആ പ്രണയബന്ധം വിവാഹത്തിലെത്തിച്ചേർന്നതും. അങ്ങനെ നയൻതാരയുടെ കരിയറിലും ജീവിതത്തിലും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഞാനും റൗഡി താൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ. ആദ്യമൊന്നും തങ്ങളുടെ പ്രണയം ഇരുവരും പരസ്യമാക്കിയിരുന്നില്ലെങ്കിലും ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് നയൻതാരയുടെയും വിഘ്നേഷ് ശിവൻ്റെയും പ്രസ്താവനകൾ ആരാധകരുടെ സംശയത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. ഞാനും റൗഡി താൻ എന്ന സിനിമയുടെ റിലീസിന് കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നയൻതാരയും അതേ ചിത്രത്തിൻ്റെ സംവിധാനത്തിന് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിഘ്നേഷ് ശിവനുമായിരുന്നു. അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് നയൻതാരയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് വിഘ്നേഷ് ശിവൻ അവാർഡ് ഏറ്റുവാങ്ങിയത്. അതേസമയം നയൻതാരയ്ക്ക് അവാർഡ് കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടത് അല്ലു അർജുനായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ സംവിധായകനായ വിഘ്നേഷ് ശിവനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങുന്നതാണ് തനിക്ക് സന്തോഷമെന്ന് നയൻസ് പറയുകയുണ്ടായി. അതേ തുടർന്ന് സംഘാടകർ വിഘ്നേഷ് ശിവനെ ക്ഷണിക്കുകയും വിഘ്നേഷിൽ നിന്ന് നയൻതാര അവാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇവരുടെ 2 പേരുടെയും തുറന്നു പറച്ചിലിന് ശേഷം സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആ പ്രണയം ആഘോഷിക്കപ്പെടുകയുണ്ടായി. 7 വർഷത്തെ പ്രണയത്തിന് ശേഷം നയൻതാരയും വിഘ്നേഷ് ശിവനും 2022 വിവാഹിതരായത്. വിവാഹത്തിൽ പങ്കെടുത്ത അതിഥികൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ പോലും ഒരു ചിത്രം പകർത്താൻ അനുവാദമുണ്ടായിരുന്നില്ല. അത്രയേറെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അവരുടെ മാരേജിൻ്റെ വീഡിയോ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററിയിലാണ് അവരുടെ മാരേജ് വീഡിയോയും വരുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇത് റിലീസ് ചെയ്തത്. ഈ ഡോക്യുമെൻ്ററിയിൽ ഞാനും റൗഡി താൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചിത്രം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണിപ്പോൾ വൻ വിവാദം ഉണ്ടായിരിക്കുന്നത്. നയൻതാരയുടെ ബർത്ത്ഡേയായ നവംബർ 18 ഈ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്തിരിക്കുന്നത്. നയൻതാരയുടെ കരിയറിൻ്റെ തുടക്കം മുതൽ മാരേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണിത്. ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഞാനും റൗഡി താൻ എന്ന സിനിമയിലെയോ സെറ്റിലെയോ ഒരു ഫോട്ടോ പോലും ഉപയോഗിക്കരുതെന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവും നടനുമായ ധനുഷിൽ നിന്ന് തനിക്ക് ശക്തമായ താക്കീതുണ്ടെന്ന് നയൻസ് വെളിപ്പെടുത്തുകയുണ്ടായി. ഡോക്യുമെൻ്ററിയുടെ ട്രെയിലറിൽ ആ ചിത്രത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള 3 സെക്കൻഡ് ദൈർഘ്യമുള്ള
ക്ലിപ്സ് യൂസ് ചെയ്തത് റിമൂവ് ചെയ്തില്ലെങ്കിൽ 10 കോടി രൂപയാണ് ധനുഷിൻ്റെ നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരമായി ചോദിച്ചിട്ടുള്ളത്. അതേസമയം ആ സിനിമ തനിക്കും വിഘ്നേഷ് ശിവനും വളരെയേറെ പ്രിയപ്പെട്ടതാണെന്നും തങ്ങളുടെ ഒരുപാട് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഉള്ളതാണെന്നും അതുകൊണ്ട് തന്നെ അതിലെ ഒരു ചിത്രം തങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കണമെന്നും നയൻസ് പറയുന്നു. ധനുഷും നയൻതാരയും തമ്മിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിവാദങ്ങൾ ആ ഡോക്യുമെൻ്ററിയെ കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. നയൻതാരയുടെ സിനിമാ ജീവിതം ഒരു പോരാട്ടം തന്നെയായിരുന്നു. അവിടെ വിവാദങ്ങൾക്ക് ഒരു കുറവുമുണ്ടായിരുന്നില്ല. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.